വാഴോട്ടുകോണം കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ സുഗതനെ ഇന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ മാർച്ചിൽ വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ പ്രൊട്ടക്ഷൻ വാറന്റ് പ്രകാരമാണ് കോടതിയിൽ ഹാജരാക്കുക. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, എന്തായാലും 2 ദിവസത്തെ കസ്റ്റഡിയായിരിക്കും ഈ വട്ടിയൂർക്കാവ് പോലീസ് ആവശ്യപ്പെടുക. ആര്യ, തീർച്ചയായും ആ നിലയിലാണ് പോലീസ് ആലോചിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ 11 മണിയോട് കൂടി കോടതി ആരംഭിക്കുമ്പോൾ ആദ്യത്തെ കേസായി തന്നെയാണ് സുഗതന്റെ ഈ കേസ് പരിഗണിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം തൃശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ഈ കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്നത് സുഗതൻ. ഇന്നലെയാണ് ഇവിടെ എത്തിച്ചത്. അതിനുശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഇന്നിപ്പോൾ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് മാസം വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു വധശ്രമ കേസിലാണ് ഇന്ന് പ്രൊഡക്ഷൻ വാറന്റ് പ്രകാരം കോടതിയിൽ ഈ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സുഗതനെ ഹാജരാക്കുന്നത്. ഈ ഹാജരാക്കുന്ന വേളയിൽ 2 ദിവസത്തെ കസ്റ്റഡി, അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി 2 ദിവസത്തെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വള്ളിക്കടവ് ക്ഷേത്രോത്സവത്തിനിടെ ഒരാളെ കമ്പി വടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. അവിടെ വലിയ സംഘർഷമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, നിരവധി 19ഓളം കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഭൂരിഭാഗവും ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകളാണ്. രാഷ്ട്രീയ കേസുകൾ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഈ വധശ്രമം അടക്കമുള്ള കേസുകളാണ് കൂടുതലായും ഉള്ളത്. അതിന്റെ ഭാഗമായാണ് കാപ്പ കേസിൽ പെടുത്തി ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഏതായാലും ഈ വട്ടിയൂർക്കാവ് പോലീസിലും അതുപോലെ തന്നെ മറ്റ് നിരവധി കേസുകളും ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ഈ കാപ്പ കേസിൽ വരുന്നത് ആ നിലയിലാണ്. ഇതിൽ ഭൂരിഭാഗവും വധശ്രമ കേസുകൾ, കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ, അത്തരത്തിലുള്ള നിരവധി കേസുകളാണ് സുഗതനെതിരെ നിലവിൽ ഉള്ളത്. ഏതായാലും ഈ സുഗതനെ കോടതി ഉത്തരവിനെ തുടർന്ന് അതീവ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ, അതായത് വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിനൊടുവിലാണ് പോലീസ് ഇയാളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇയാളെ വിയ്യൂർ ജയിലിലേക്ക് പിന്നീടാണ് ഇയാളെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇയാൾ BJP-യുടെ കൗൺസിലറാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP-യുടെ കൗൺസിലറാണ്. വാഴോട്ടുകോണം വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ്. ഇയാളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുൾപ്പെടെ LDF വലിയ പ്രതിഷേധം നഗരസഭയ്ക്ക് മുന്നിൽ നടത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. നിലവിലിപ്പോൾ നഗരസഭയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയാത്ത നിലയിലേക്ക് BJP-യുടെ നേതൃത്വം മാറിയിട്ടുണ്ട്. പിന്തുണ ഈ വാഴോട്ടുകോണത്തെ BJP-യുടെ കൗൺസിലർ സുഗതനെ BJP-യും അതുപോലെ തന്നെ മേയറും എല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ കാപ്പ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് BJP നിലവിൽ സ്വീകരിക്കുന്നത്. അതിനെതിരെ ഒരു വശത്ത് വലിയ പ്രക്ഷോഭവും നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇന്നലെ വിയ്യൂരിൽ നിന്നും ഈ സുഗതനെ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം ഒരു 11 മണിയോടുകൂടി സുഗതനെ കോടതിയിൽ ഹാജരാക്കും. ആര്യ. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.